പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാതത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു സാധാരണ തിങ്കളാഴ്ച രാവിലെ ചായയുടെ നീരാവി ഇനിയും മേശപ്പുറത്ത് ഉയരുന്നു. കുട്ടികൾ സ്കൂളിനായി ബാഗ് തേടുന്നു. ആരുടെയോ ഒരു സോക്സ് കാണുന്നില്ല. അടുക്കളയിൽ പ്രഷർ കുക്കറിൻ്റെ വിസിൽ. വീട്ടിലെല്ലാവരും ഒരേ സമയം എവിടെയോ എത്താൻ ശ്രമിക്കുന്ന തിരക്ക്. അപ്പോഴാണ് വീട്ടിലെ ഒരാൾ അസഹിഷ്ണുതയോടെ പറയുന്നത്, ഇവിടെ ഒന്നും സമയത്ത് നടക്കില്ല. ആ ഒരു വാചകം പറഞ്ഞത് മാത്രം അന്തരീക്ഷം മാറുന്നു. കുട്ടികൾ മിണ്ടാതാകുന്നു. മറ്റൊരാൾ പെട്ടെന്ന് പ്രതിരോധത്തിലാകുന്നു. ചെറിയ തെറ്റുകൾ വലുതായി തോന്നുന്നു. രാവിലെ ഉണ്ടായിരുന്ന ലഘുത്വം എവിടെയോ മറഞ്ഞു പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ രാവിലെ തുടങ്ങുന്നത് സൂര്യപ്രകാശത്തോടെയാണ്. ചില വീടുകളിൽ തുടങ്ങുന്നത് ഒരു ശബ്ദത്തിൻ്റെ താപനിലയോടെയാണ്. അതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ രാവിലത്തെ മനോഭാവം പകരുന്നതാണ്. ഇത് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഒരു ചായക്കടയിലാണ്. ഞാൻ പതിവായി പോകുന്ന ഒരു ചെറിയ കട. ഒരേ സ്ഥലം, ഒരേ ബെഞ്ചുകൾ, ഒരേ ഗ്ലാസ് ചായ. പക്ഷേ 2 ദിവസങ്ങളിൽ 2 വ്യത്യസ്ത അനുഭവങ്ങൾ. ഒരു ദിവസം കടയുടമ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തു. സുപ്രഭാതം, എന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? ചായ കുറച്ച് ചൂടായി തരാം. അവിടെ വന്ന ആളുകൾ പോലും അറിയാതെ അല്പം മൃദുവായി സംസാരിക്കാൻ തുടങ്ങി. മറ്റൊരു ദിവസം അതേ കട, അതേ ആളുകൾ, പക്ഷേ ഉടമ അസ്വസ്ഥനായിരുന്നു. മറുപടികൾ ചുരുങ്ങി, മുഖം കടുപ്പമായി. കുറച്ച് മിനിറ്റിനുള്ളിൽ കടയിലെ മുഴുവൻ ഊർജവും മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി, മനോഭാവം ഒരു വ്യക്തിപരമായ കാര്യം മാത്രമല്ല, അതൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒരു ഓഫീസിൽ ഇത് കൂടുതൽ വ്യക്തമായി കാണാം. ഒരു മാനേജർ രാവിലെ കയറി വന്ന് പറയുന്നത് ചിന്തിക്കൂ, ഇന്നും പ്രശ്നങ്ങളാണ്, ആരും ശരിയായി ജോലി ചെയ്യുന്നില്ല. ആ വാചകം ജീവനക്കാരുടെ കഴിവ് ഉടനെ കുറയ്ക്കില്ല, പക്ഷെ അവരുടെ മനസ്സിൻ്റെ ദിശ മാറ്റും. അതേസമയം മറ്റൊരാൾ പറയുകയാണ്, വെല്ലുവിളികളുണ്ട്, പക്ഷെ നമുക്ക് ഒന്നിച്ചു നിന്ന് പരിഹരിക്കാം. പ്രശ്നം ഒരുപോലെയാണ്, പക്ഷെ ആളുകൾ അതിനെ നേരിടുന്ന രീതിയാണ് മാറുന്നത്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നാം ഒരു അദൃശ്യമായ ബാഗ് കൊണ്ടുപോകുന്നു. അതിൽ നമ്മുടെ മനോഭാവമുണ്ട്. നമ്മൾ കരുതുന്നത് അത് നമ്മുടെ ഉള്ളിൽ മാത്രമാണ് എന്നാണ്. പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് പതുക്കെ പകരും. ബസ്സിൽ കയറുമ്പോൾ, ഓഫീസിൽ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ, കടയിൽ ബിൽ വാങ്ങുമ്പോൾ, കുട്ടിയെ സ്കൂളിൽ ഇറക്കുമ്പോൾ. ഒരു അധ്യാപികയെ ഞാൻ ഓർക്കുന്നു. അവർ ക്ലാസ്സിലേക്ക് കയറുന്ന ആദ്യ മിനിറ്റ് മുഴുവൻ ക്ലാസ്സിൻ്റെ ദിവസത്തെ നിർണ്ണയിക്കും. അവർ ചിരിച്ചുകൊണ്ട് ഇന്ന് എന്തെങ്കിലും പുതിയത് പഠിക്കാം എന്ന് പറഞ്ഞാൽ അത് കുട്ടികളിൽ ഉത്സാഹം നിറയ്ക്കും. അവർ ക്ഷീണത്തോടെയും അസഹിഷ്ണുതയോടെയും ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ കുട്ടികളുടെ ഉത്സാഹവും ചുരുങ്ങിപ്പോകും. അത് അധ്യാപന ശേഷിയുടെ കാര്യം മാത്രമല്ല, വികാരങ്ങളുടെ പകർച്ചയുടെ കൂടി കാര്യമാണ്. നമ്മൾ പലപ്പോഴും വൈറസുകളെ കുറിച്ച് സംസാരിക്കും, പക്ഷേ വികാരങ്ങൾക്കും ഒരു സാമൂഹിക പകർച്ചാശേഷിയുണ്ട്. ഒരു വീട്ടിൽ ഒരാൾ സ്ഥിരമായി നന്ദിയോടെ സംസാരിച്ചാൽ മറ്റുള്ളവർ ചെറിയ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇന്ന് മഴ നല്ലതാണല്ലോ, ഭക്ഷണം നന്നായി, നീ വന്നത് നന്നായി. ഇവ ചെറിയ വാചകങ്ങൾ പോലെ തോന്നും, പക്ഷേ ഇവ വീട്ടിലെ വികാര കാലാവസ്ഥ മാറ്റും. അതുപോലെ സ്ഥിരമായി പരാതിയും കുറ്റപ്പെടുത്തലും നിരാശയും നിറഞ്ഞ ഭാഷ ഉപയോഗിച്ചാൽ ആളുകൾ സുരക്ഷിതമായി തോന്നുന്നത് കുറയും. ഇവിടെ ഒരു പ്രധാന കാര്യം വ്യക്തമാക്കണം. നല്ല മനോഭാവം എന്നത് എല്ലായ്പ്പോഴും സന്തോഷവാനായി അഭിനയിക്കുക എന്നല്ല. നമുക്ക് ദുഃഖമുള്ള ദിവസങ്ങളുണ്ടാകും, ക്ഷീണമുണ്ടാകും, ആശങ്കയുണ്ടാകും, കോപമുണ്ടാകും. മനുഷ്യരിൽ ഇതെല്ലാം സ്വാഭാവികമാണ്. പക്ഷെ ചോദ്യം ഇതാണ്, എൻ്റെ ഉള്ളിലെ വികാരം ഞാൻ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു? ഒരു അച്ഛൻ ഓഫീസിലെ സമ്മർദ്ദവുമായി വീട്ടിലെത്തുന്നു. അദ്ദേഹം ക്ഷീണിതനാണ്, അത് സത്യമാണ്. കയറുമ്പോൾ ആദ്യം പറയുന്ന വാചകം എന്താണ്? ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണോ? അല്ലെങ്കിൽ ഞാൻ കുറച്ച് ക്ഷീണിതനാണ്, 5 മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാം എന്നാണോ? രണ്ടും ഒരേ വികാരത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഒന്നിൽ ഭയം പകരും, മറ്റൊന്നിൽ വ്യക്തത. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം ഒരു മുത്തശ്ശിയിൽ നിന്നാണ്. അവരുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ അവർ ഒരു പതിവ് പാലിച്ചു. ജനൽ തുറക്കും,
വെളിച്ചം അകത്ത് കടക്കാൻ അനുവദിക്കും. പിന്നെ പറയും, ഇന്ന് എന്തെങ്കിലും നല്ലത് സംഭവിക്കട്ടെ. പ്രശ്നങ്ങൾ അതുകൊണ്ട് മാറിയില്ല. പക്ഷെ വീട്ടിലെ ആളുകൾ ദിവസം തുടങ്ങിയത് പ്രതീക്ഷയുടെ ഭാഷയിലൂടെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ കൊച്ചു മകൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ എല്ലാം എളുപ്പമായിരുന്നില്ല. പക്ഷേ രാവിലെ ഭയത്തോടെയല്ല, പ്രതീക്ഷയോടെയാണ് ദിവസം തുടങ്ങിയിരുന്നത്. അതാണ് മനോഭാവത്തിൻ്റെ യഥാർത്ഥ ശക്തി. നമ്മൾ വലിയ പ്രചോദന പ്രസംഗങ്ങൾ തേടുന്നു. പക്ഷെ ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ദിവസത്തെ മാറ്റുന്നത് വെറും ഒരു ശാന്തമായ സുപ്രഭാതം ആയിരിക്കും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ പരീക്ഷണം മാത്രം നിർദ്ദേശിക്കാം. നാളെ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ആദ്യ വാചകം എന്താണ്? നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവം എന്താണ്? നിങ്ങളുടെ ശബ്ദത്തിൻ്റെ താപനില എന്താണ്? കാരണം ആളുകൾ എല്ലായ്പ്പോഴും നമ്മുടെ വാക്കുകൾ ഓർക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ സാന്നിധ്യം അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്നത് അവർ പലപ്പോഴും ഓർക്കും. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ അവസാനമായി കേട്ടതെന്തായിരുന്നു? ഒരു ജീവിത പങ്കാളി ദിവസം തുടങ്ങുമ്പോൾ അനുഭവിച്ചതെന്തായിരുന്നു? ഒരു സഹപ്രവർത്തകൻ ഓഫീസിൽ കയറുമ്പോൾ ലഭിച്ചത് സമ്മർദ്ദമായിരുന്നുവോ സ്ഥിരതയായിരുന്നുവോ? ഒരുപക്ഷെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും രാവിലെ പരിഹരിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ കഴിയും. പ്രശ്നങ്ങളോടൊപ്പം നാം ഏത് ഊർജമാണ് മുറിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന്. ഇന്നത്തെ മോർണിംഗ് മന്ത്ര ഇവിടെ അവസാനിക്കുന്നു. പുഞ്ചിരിയോടെ ഈ ദിവസം ആരംഭിക്കൂ. ശുഭദിനം. വീണ്ടും നാളെ കാണാം.